നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് തന്റെ സിംഹാസനം ഒഴിയുകയാണ്. അതായത് ഈ സീസണിന് ശേഷം ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും താൻ പടിയിറങ്ങുകയാണ് എന്നുള്ള കാര്യം യുർഗൻ ക്ലോപ്പ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലിവർപൂളിന്റെ ആരാധകർക്ക് വളരെയധികം ആഘാതമേൽപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഇത്. 2015 മുതൽ ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് തുടരുന്നത് യുർഗൻ ക്ലോപ്പാണ്. വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലിവർപൂളിനെ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിമറിച്ചത് യുർഗൻ ക്ലോപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ദീർഘകാലത്തിന് ശേഷം പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ യുർഗൻ ക്ലോപ്പിന് കഴിഞ്ഞിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട കിരീടങ്ങളും ലിവർപൂളിന്റെ ഷെൽഫിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഇതിഹാസ പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലോപ്പിന്റെ അഭാവം തീർച്ചയായും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതേസമയം സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ ചാവിക്ക് കീഴിൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ അവർ ട്രോഫിലെസ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ തനിക്ക് പരിശീലക സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന് ചാവി തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ സീസണിന് ശേഷം ഒരു പുതിയ പരിശീലകനെ മിക്കവാറും FC ബാഴ്സലോണക്ക് ആവശ്യമായി വന്നേക്കും. ആ സ്ഥാനത്തേക്ക് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാപോർട്ട ക്ലോപ്പിനെ ഇപ്പോൾ തന്നെ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ലാപോർട്ട ക്ലോപ്പിനെ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ ക്ലോപ്പ് തന്റെ ഭാവിയെക്കുറിച്ച് യാതൊരുവിധ തീരുമാനങ്ങളും എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്ലാനുകൾ എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.